അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു പെൺകുട്ടി അവളുടെ രണ്ടാനമ്മയുടെ വീട്ടിൽ ഒരു അടിമയെ പോലെ ജീവിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അതുവഴി പോയ രാജാവിന് അവളെ ഇഷ്ടപ്പെട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയി വിവാഹം ചെയ്തു. എന്നാൽ ഇതൊന്നും അവളുടെ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിലില്ലാത്ത സമയം നോക്കി അവളുടെ രണ്ടാനമ്മയും മക്കളും കൂടി പ്ലാൻ ചെയ്ത് ആ പെണ്ണിനെയും അവൾക്ക് ജനിച്ച കുഞ്ഞിനെയും കൂടി വലിയൊരു ബാരലിൽ അടച്ച് കടലിൽ കൊണ്ടു കളഞ്ഞു. അതിനുശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചത്? അവൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? 2026 ലേറ്റസ്റ്റ് ആയി പുറത്തിറങ്ങിയ ഒരു അടിപൊളി റഷ്യ മൂവിയാണിത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായി കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രാജാവിനെയാണ്. രാജാവും രാജാവിന്റെ ആളുകളും വലിയൊരു യാത്രയ്ക്ക് ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രിയായി. അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ രാത്രി താമസിക്കാൻ രാജാവ് തീരുമാനിച്ചു. പിന്നീട് കാണിക്കുന്നത് അവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ വീടാണ്. ആ വീട്ടിൽ മിയ എന്ന് പേരുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് അച്ഛനമ്മയൊന്നുമില്ല. രണ്ടാനമ്മയുടെ കൂടെയാണ് അവൾ ജീവിക്കുന്നത്. അവളുടെ രണ്ടാനമ്മയ്ക്ക് 2 പെൺമക്കളുണ്ട്. എങ്കിലും വീട്ടിലെ ജോലികളൊക്കെ ഇവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടും തിരിച്ചൊന്നും പറയാതെ അവൾ എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ രാജാവ് ആ ഗ്രാമത്തിലേക്ക് എത്തി. മിയ താമസിക്കുന്ന ആ വീട് ആദ്യമായതുകൊണ്ട് രാജാവ് ആ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതറിഞ്ഞ അവളുടെ രണ്ടാനമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. നേരെ പോയവർ മിയയോട് പറഞ്ഞു, രാജാവ് ഇവിടേക്ക് വരാൻ പോകുക. ഏതെങ്കിലും മുറിയിൽ കയറി നീ ഒളിച്ചിരുന്നോണം. രാജാവിന്റെ കണ്ണിൽ പോലും നീ പെടാൻ പാടില്ല. അത് കേട്ടതും അവൾ അനുസരണയോടെ ഒരു മുറിയിൽ കയറി ഒളിച്ചിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും രാജാവ് ആ വീട്ടിലേക്ക് എത്തി. എന്നാൽ ആ വീട്ടിൽ അത്രയും പേർ നിന്നിട്ടും രാജാവിന്റെ കണ്ണുകൾ ആദ്യം പോയത് മുറിയിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ടു നിന്ന മിയയുടെ അടുത്തേക്കായിരുന്നു. അവളെ കണ്ടത് രാജാവ് പറഞ്ഞു, നീ മാത്രം എന്തിനാ അവിടെ നിൽക്കുന്നേ? നീയും ഇങ്ങോട്ടേക്ക് വാ. അത് കേട്ടത് മിയ രാജാവിന്റെ അടുത്തേക്ക് വന്നു. എന്താ നിന്റെ പേരെന്ന് രാജാവ് ചോദിച്ചതും എന്റെ പേര് മിയ എന്നാണെന്ന് അവൾ മറുപടി കൊടുത്തു. അങ്ങനെ അന്ന് രാത്രിയായതും രാജാവിനും രാജാവിന്റെ കൂടെയുള്ള മന്ത്രിക്കും വേണ്ടി നല്ലൊരു ഫുഡ് തന്നെ അവർ റെഡിയാക്കി കൊടുത്തു. അപ്പോഴാണ് രാജാവ് മിയയെ കുറിച്ച് ചോദിക്കുന്നത്. അത് കേട്ടതും ആ രണ്ടാനമ്മ പറഞ്ഞു, ഓ മിയയാണോ? മിയ എന്റെ മകളല്ല. ബാക്കിയുള്ള ആ 2 പേരും എന്റെ മക്കളാണ്. മിയ എനിക്ക് തെരുവിൽ കിടന്ന് കിട്ടിയതാ. ഞാനാണ് അവളെ വളർത്തി വലുതാക്കിയത്. പക്ഷെ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഒരു ജോലി പോലും നന്നായി ചെയ്യില്ല അവൾ. എന്നാൽ ഇതൊക്കെ കേട്ടതും രാജാവിന് അവളോട് ചെറിയൊരു താല്പര്യം തോന്നി തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവരുടെ 2 മക്കളും മിയയും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാണ്. അപ്പോഴാണ് അതിലൊരുത്തി പറയുന്നത്, രാജാവ് എങ്ങാനും എന്നെ കല്യാണം കഴിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ വിലവെടുപ്പുള്ള ഡ്രസ്സും ഞാൻ വാങ്ങിക്കും. അത് കേട്ടതും അവളുടെ അനിയത്തി പറയുവാണ്, രാജാവ് എന്നെ വല്ലതും കല്യാണം കഴിച്ചാൽ സ്വർണം കൊണ്ട് ഞാൻ ഒരു ഡ്രസ്സ് ഉണ്ടാക്കും. എന്നാൽ ഇതെല്ലാം കേട്ടതും മിയ പറയുവാണ്, രാജാവ് എങ്ങാനും എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിശാലിയായ മകനെ ഞാൻ അയാൾക്ക് കൊടുക്കും. എന്നാൽ ഇത് കേട്ടതും മറ്റു 2 പേരും കൂടി അവിടുന്ന് ചിരിക്കാൻ തുടങ്ങി. നിന്നെ രാജാവ് കല്യാണം കഴിക്കാനോ? നിന്നെ കെട്ടാൻ ഒരു പിച്ചക്കാരൻ പോലും വരാൻ പോകുന്നില്ല. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം രാജാവ് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മിയ പറഞ്ഞ ആ ഒരു ഡയലോഗ് രാജാവിന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു. കാരണം വയസ്സായിക്കൊണ്ടിരുന്ന ആ രാജാവിന് ഒരു പുതിയ അവകാശിയെ വേണമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. രാജാവ് തിരിച്ചു പോകാനായി റെഡിയായി നിൽക്കുവാണ്. അപ്പോഴാണ് രാജാവ് നേരെ വന്ന് മിയയോട് പറയുന്നത്, നിന്നെ എനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടമായി. അതുകൊണ്ട് നീ എന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വാ. എന്നെ കല്യാണം കഴിച്ച് എനിക്കൊരു വീരനായ മകനെ താ. എന്നാൽ ഇത് കേട്ടതും മിയയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കാരണം ഇത്രയും കാലം ഒരു വേലക്കാരിയായിരുന്നവൾ ഇനി ഒരു രാജ്യത്തിന്റെ റാണിയാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തോടെ ആ കല്യാണത്തിന് സമ്മതിച്ചു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അവളുടെ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മുഖം മാറുന്നത് കണ്ടതും രാജാവ് ചോദിച്ചു, ഇവളെ ഞാൻ കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ടല്ലേ? അങ്ങനെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 3 പേരും കൊട്ടാരത്തിലേക്ക് വാ. കൊട്ടാരത്തിലൊരു ജോലി നിങ്ങൾക്ക് ഞാൻ ശരിയാക്കി തരാം. എന്നാൽ അവർക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രാജാവ് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരും രാജാവിന്റെ കൂടെ പോയി. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് എല്ലാവരും രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി ഞാൻ ഇവളെ വിവാഹം ചെയ്യാൻ പോകുവാണെന്ന് രാജാവ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതേ സമയം തന്നെ മിയയുടെ രണ്ടാനമ്മയും മക്കളും കൊട്ടാരത്തിലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുവാണ്. അങ്ങനെ രാജാവ് മിയയെ കല്യാണം കഴിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതും അവൾ പ്രഗ്നന്റ് ആയി. അങ്ങനെ ഒരു ദിവസം രാജാവ് നോക്കിയപ്പോഴുത മിയ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. രാജാവ് നേരെ ചെന്ന് അവളോട് ചോദിച്ചു, എന്തുപറ്റി നീ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഈ അവസ്ഥയിൽ നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അത് കേട്ടത് മിയ പറഞ്ഞു, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ എന്തോ പറയാനായി വരുമ്പോഴാണ് പെട്ടെന്ന് കമാൻഡർ ഓടി വന്ന് പറയുന്നത്, വൈക്കിംഗ് ആളുകൾ നമ്മളെ ആക്രമിക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ യുദ്ധത്തിന് തയ്യാറാകണം. അത് കേട്ടതും രാജാവ് യുദ്ധത്തിന് പോകാനായി റെഡിയാകുവാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് അവൾക്ക് എന്തൊക്കെയോ അയാളോട് പറയണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവൾക്കത് പറയാൻ പറ്റിയില്ല. എന്നാൽ പോകുന്നതിന് മുമ്പ് രാജാവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും
നമ്മുടെ മകൻ ജനിച്ചിട്ടുണ്ടാകും. നീ അവനെ നല്ലോണം നോക്കണം കേട്ടോ. അത്രയും പറഞ്ഞ് രാജാവ് യുദ്ധത്തിന് പോയി. എന്നാൽ രാജാവ് പോയി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതും മിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഈ കാര്യം പറഞ്ഞ അവളുടെ രണ്ടാനമ്മയും മക്കളും ഉള്ളിൽ നല്ല ദേഷ്യമുണ്ടായിട്ടും അത് പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അവളെ കാണാനായി ചെന്നു. എന്നാൽ ഇതെല്ലാം കണ്ട മിയയ്ക്ക് മനസ്സിലായി അവരുടെ ഉള്ളിൽ ഇപ്പോൾ നല്ല ദേഷ്യമുണ്ടെന്ന്. അതുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ദേ ഇതാണ് എന്റെ മകൻ, ഈ രാജ്യത്തിന്റെ ഫ്യൂച്ചർ രാജാവ്. ഇവന് ഞാൻ പീറ്റർ എന്ന പേരിട്ടേക്കുന്നത്. അതും കൂടി കേട്ടതും അവരുടെ ദേഷ്യം ഇരട്ടിയായി. റാണിക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് 3 പേരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വീട്ടിലെ വെറും ഒരു വേലക്കാരിയായിരുന്നവൾ ഇപ്പോൾ ഒരു റാണിയായിരിക്കുകയാണ്. ഇപ്പോൾ അവളൊരു വെറും റാണി മാത്രമല്ല, ഫ്യൂച്ചർ രാജാവിന്റെ അമ്മ കൂടിയാണ്. ആ കുഞ്ഞും കൂടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എങ്ങനെയും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവർ പ്ലാൻ ചെയ്യുവാണ്. എന്നാൽ ഇതേ സമയം ഇവിടെ മിയ രാജാവിന് ഒരു കത്തെഴുതാൻ തുടങ്ങി. നിങ്ങൾക്കൊരു വീരനായ മകൻ ജനിച്ചിരിക്കുകയാണ്. അവന് ചില സ്പെഷ്യൽ പവർ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അത്രയും അവൾ കത്തിലെഴുതിയിട്ട് അതിൽ രാജമുദ്ര പതിപ്പിച്ച് അതൊരു മെസ്സഞ്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അത് രാജാവിന്റെ കയ്യിൽ എത്തിക്കാൻ. അത് കേട്ട് ആ മെസ്സഞ്ചർ കത്തും കൊണ്ട് മുറിയുടെ പുറത്തേക്ക് എത്തിയതും അവളുടെ രണ്ടാനമ്മ അയാളെ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് ആകെ ക്ഷീണിച്ചിരിക്കുവാണല്ലോ, കിച്ചണിലേക്ക് വാ, ഞാൻ കുറച്ച് ഫുഡ് തരാം. വേണ്ട വേണ്ട, ഞാനില്ല, എനിക്ക് അത്യാവശ്യമായി രാജാവിനെ ഒരു കത്ത് ഏൽപ്പിക്കാനുണ്ട്. കത്തൊക്കെ പിന്നെയാലും കൊടുക്കാമല്ലോ, ആദ്യം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോ. അതും പറഞ്ഞുകൊണ്ട് അയാളെ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അയാൾക്ക് ഫുഡ് കൊടുക്കുവാണ്. എന്നാൽ അയാൾ അറിഞ്ഞിരുന്നില്ല അയാൾക്ക് കൊടുത്ത ആ ഒരു ഫുഡിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടെന്ന്. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അയാൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ആ ഒരു സമയം നോക്കി അയാളുടെ ബാഗിൽ നിന്ന് ആ കത്തെടുത്ത് അവരത് മാറ്റി എഴുതാൻ തുടങ്ങി. ആ കത്തിൽ അവർ എഴുതിയത്, രാജാവേ, നിങ്ങൾക്ക് ജനിച്ചത് ഒരു മകനോ മകളോ അല്ല, ഒരു വിചിത്രമായ രൂപത്തോടു കൂടിയ ഒരു ജീവിയാണ് ജനിച്ചത്. നിങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ എനിക്ക് തരാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അത്രയും അവരെ കത്തിലെഴുതി മിയ ഒറിജിനലായി എഴുതിയ ആ ഒരു കത്തിലെ രാജമുദ്ര എടുത്ത് ഈ കത്തിൽ പതിപ്പിച്ചു വെച്ചു. എന്നിട്ട് ആ കത്ത് മെസ്സഞ്ചറിന്റെ ബാഗിൽ കൊണ്ടിട്ടിട്ട് അയാളെ തട്ടി എഴുന്നേൽപ്പിച്ചു. അയ്യോ, ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞ് ബാഗും എടുത്ത് അയാൾ അവിടുന്ന് പോയി. അങ്ങനെ ദിവസങ്ങളോളം യാത്ര ചെയ്ത് അയാൾ രാജാവിന്റെ കയ്യിൽ ആ കത്ത് കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ ആ കത്ത് തുറന്ന് വായിച്ചതും രാജാവ് ആകെ തകർന്നുപോയി. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ആ ലെറ്ററിൽ എഴുതി വെച്ചിരുന്നത്. രാജാവ് ആകെ തകർന്നിരിക്കുന്നത് കണ്ട് മന്ത്രി വന്ന് പറഞ്ഞു, വെറും ഒരു കത്ത് വായിച്ച് രാജാവ് ഇങ്ങനെ തകർന്നിരിക്കരുത്. അതൊക്കെ സത്യമാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? നേരിട്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എനിക്ക് ഉറപ്പാ രാജാവിന് ജനിച്ചത് ഒരു സുന്ദരനായ മകനായിരിക്കും. അത് കേട്ടപ്പോഴാണ് രാജാവിന് ഒന്ന് സമാധാനമായത്. എന്തായാലും തിരിച്ച് രാജാവ് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. അങ്ങനെ കത്തും കൊണ്ട് മെസ്സഞ്ചർ നേരെ കൊട്ടാരത്തിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അയാൾ കൊട്ടാരത്തിലെത്തി. എന്നാൽ അവളുടെ രണ്ടാനമ്മ അയാളുടെ തിരിച്ചുവരവനായി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കൊട്ടാരത്തിൽ അയാൾ കാലുകുത്തിയ നിമിഷം തന്നെ അയാളെ പ്ലാൻ ചെയ്ത് കിച്ചണിലേക്ക് കൊണ്ടുപോയി നേരത്തെ പോലെ മയക്കി കിടത്തി. എന്നിട്ട് രാജാവ് കൊടുത്തുവിട്ട ആ ഒരു കത്തെടുത്ത് അവർ മാറ്റി എഴുതാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ കത്തിലെ രാജമുദ്ര എടുത്ത് അതിൽ പതിപ്പിച്ചിട്ട് വീണ്ടും അയാളുടെ ബാഗിൽ തിരിച്ചു വെച്ചു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്ന മെസ്സഞ്ചർ ആ കത്ത് കൊട്ടാരത്തിലെ അധികാരികളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അധികാരികൾ ആ കത്ത് വായിച്ചു നോക്കിയതും അവരങ്ങ് ഞെട്ടിപ്പോയി. കാരണം റാണിയെയും അവർക്ക് ജനിച്ച കുഞ്ഞിനെയും കടലിൽ കൊണ്ട് കളയാനായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ 3 പേരും കൂടി ആ കത്തും കൊണ്ട് നേരെ മിയയുടെ അടുത്തേക്ക് പോയി. മഹാറാണി, രാജാവിന്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. നിങ്ങളെയും നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിനെയും കടലിൽ വലിച്ചെറിയാനാ രാജാവ് എഴുതിയേക്കുന്നത്. എന്നാൽ ഇത് കേട്ടത് മിയാകെ തകർന്നുപോയി. ഇല്ല, രാജാവ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. റാണി ഞങ്ങളോട് ക്ഷമിക്കണം. രാജാവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലെ അനുസരിച്ചേ പറ്റൂ. എന്നാൽ മിയയ്ക്ക് അവളുടെ ഇന്നസെന്റ് പ്രൂവ് ചെയ്യാൻ യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസമായതും എല്ലാവരുടെ മുന്നിൽ വെച്ച് മിയയും അവളുടെ കുഞ്ഞിനെയും കൂടി ഒരു വലിയ ബാരലിട്ട് അടച്ചിട്ട് അത് കടലിലേക്ക് തള്ളിയിട്ടു. എന്നാൽ ഇതെല്ലാം പ്ലാൻ ചെയ്ത അവളുടെ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും അവളുടെ ഈ ഒരു അവസ്ഥ കണ്ട് ഒരുപാട് സന്തോഷമായി. എന്നാൽ ഇതേ സമയം ആ ബാരൽ കടലിലൂടെ ഒഴുകി നടക്കുവാണ്. രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ആ ബാരലിനുള്ളിൽ കിടന്ന അവളുടെ കുഞ്ഞ് വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. ആദ്യം 5 വയസ്സ്, പിന്നെ 10 വയസ്സ്, പിന്നെ 15, 20. ഇതെല്ലാം കണ്ട മിയ ആകെ ഷോക്കായി. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ആ ബാരൽ ഏതോ ഒരു ഐലൻഡിലെ കരയിൽ വന്ന് അടിഞ്ഞു. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ആ ബാരലും തകർത്തുകൊണ്ട് മിയയുടെ മകൻ പുറത്തേക്ക് വന്നു. എന്നാൽ ഇപ്പോൾ അവൻ വെറും ഒരു കുഞ്ഞല്ല, വളർന്ന് വലുതായ വലിയൊരു പയ്യനായിരുന്നു. എന്നിട്ട് അവൻ അവന്റെ അമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അമ്മ, ഞാൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് വളർന്നത്? എന്നാലും എങ്ങനെയായിരിക്കും നമ്മൾ ഈ കടലിൽ നിന്ന് രക്ഷപ്പെട്ടത്? അപ്പോഴാണ് അവന്റെ അമ്മ ആ സത്യം പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാട്ടിലൂടെ നടന്നു പോയപ്പോൾ ഒരു പ്രായമായ ലേഡിയെ കണ്ടു. അവരാകെ
അവരാകെ തളർന്ന് അവശയായി കിടക്കുമായിരുന്നു. ഞാൻ അവർക്ക് കഴിക്കാൻ ഫുഡും വെള്ളവും കൊടുത്തു. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവരൊരു മന്ത്രവാദിനിയായിരുന്നെന്ന്. ഞാൻ തിരിച്ചു പോകാൻ നേരം അവരെനിക്കൊരു വരം തന്നു. എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു മകനായിരിക്കും. അവൻ മരണത്തെ പോലും തോൽപ്പിക്കും. അത് മാത്രവുമല്ല, സാധാരണ മനുഷ്യരെക്കാൾ വളരെ വേഗത്തിൽ അവൻ വളർന്നു വലുതാകും. ഇതായിരുന്നു ആ മന്ത്രവാദിനി എനിക്ക് തന്ന വരം. അത് കേട്ടതും അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവൻ തന്നെയാണ് നമ്മുടെ സിനിമയിലെ നായകൻ. എന്നാൽ കുറെ മണിക്കൂറായി ആ ബാരലിൽ കിടന്നതുകൊണ്ട് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും പഴങ്ങൾ കിട്ടുമെന്ന് അറിയാനായി രണ്ടുപേരും കൂടി കാട് മുഴുവൻ തേടാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ രാജാവ് യുദ്ധമൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. എന്നാൽ രാജാവിന്റെ മനസ്സ് നിറയെ മിയ മാത്രമായിരുന്നു. കൊട്ടാരത്തിനകത്തേക്ക് എത്തിയതും രാജാവ് മഹാറാണിയെ വിളിക്കാൻ പറഞ്ഞു. അത് കേട്ടതും കൊട്ടാരത്തിലെ അധികാരികൾ ആകെ ടെൻഷനായി രാജാവിനോട് പറഞ്ഞു, രാജാവല്ലേ ഞങ്ങൾക്ക് ഓർഡർ തന്നത് റാണിയെയും അവരുടെ കുഞ്ഞിനെയും കടലിൽ കൊണ്ട് കളയാൻ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ അവരെ രണ്ടുപേരെ ഞങ്ങൾ കടലിലെറിഞ്ഞു. അത് കേട്ടതും രാജാവകം ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെ ഒരു ഓർഡർ ഞാൻ ചെയ്തിട്ടില്ല. അത് കേട്ടതും അധികാരികൾ പറഞ്ഞു, അല്ല, ആ കത്തിൽ രാജാവിന്റെ മുദ്രയുണ്ടായിരുന്നു. ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കത്തയച്ചില്ല. ശരിക്കും ആരോ എന്നെ പറ്റിച്ചതാ. എന്തോ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം. ഇതേ സമയം നായകനും അവന്റെ അമ്മയും കാട് മുഴുവൻ തേടിയിട്ടും കഴിക്കാൻ ഒന്നും കിട്ടിയില്ല. അമ്മ, ഇവിടെ കഴിക്കാൻ പഴങ്ങളൊന്നും കിട്ടില്ല. ഞാൻ വേട്ടയ്ക്ക് പോയി വല്ല ജീവികളെയും പിടിച്ചോണ്ട് വരാം. അത് കേട്ടതും അവന്റെ അമ്മ ചോദിച്ചു, അല്ല, നിനക്ക് വേട്ടയ്ക്ക് പോകാനൊക്കെ അറിയൂ? എന്റെ അച്ഛന്റെ മകനല്ലേ ഞാൻ. ഇതൊക്കെ എനിക്ക് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ നേരെ കാട്ടിലേക്ക് പോയി വേട്ടയ്ക്ക് പോകാനായി അമ്പം വില്ലും റെഡിയാക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഒരു വലിയ അരയന്നം ആകാശത്തോടെ പറന്നു വരുന്നു. ആ അരയന്നത്തെ പിടിക്കാനായി അതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു കഴുകനുണ്ടായിരുന്നു. ആ കഴുകൻ ആ അരയന്നത്തെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ നോക്കുവാണ്. ഇനി നോക്കിക്കൊണ്ടു നിന്നാൽ ആ അരയന്നം മരിക്കുമെന്ന് നായകന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ആ അമ്പെടുത്ത് ആ കഴുകനെ ലക്ഷ്യമാക്കി വിട്ടു. കറക്റ്റായി ആ അമ്പ് ആ കഴുകന്റെ നെഞ്ചത്ത് കൊണ്ട് അത് നേരെ താഴേക്ക് വീണു. അങ്ങനെ കഴുകൻ മരിച്ചത് കൊണ്ട് അരയന്നം രക്ഷപ്പെട്ടു. എന്നാലും അതിന്റെ ദേഹത്ത് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പതിയെ നീന്തി നായകന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ ഇത് കേട്ടതും നായകനൊക്കെ ഷോക്കായി പോയി. ആരാ നീ എങ്ങനെ മനുഷ്യരെ പോലെ സംസാരിക്കുന്നത്? അത് കേട്ടതും ആ അരയന്നം പറഞ്ഞു, ഒരുപാട് മാന്ത്രിക ശക്തികളുള്ള ഒരു പെണ്ണായിരുന്നു ഞാൻ. എന്റെ ശക്തികളൊക്കെ സ്വന്തമാക്കാനായി ഒരു മന്ത്രവാദി എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നു. ഞാൻ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ആ മന്ത്രവാദി എന്നെ ശപിച്ച് ഒരു അരയന്നമാക്കി മാറ്റി. ഇപ്പോൾ എന്നെ കൊല്ലാൻ വന്ന ആ കഴുകനില്ലേ, ആ കഴുകൻ മറ്റാരുമല്ല, ആ മന്ത്രവാദിയായിരുന്നു. അവനെയാണ് നീ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് കൊന്നത്. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പറ, നിനക്ക് എന്താഗ്രഹമാ വേണ്ടത്? എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരാം. എന്നാൽ അത് കേട്ടത് നായകൻ പറഞ്ഞു, എനിക്കും എന്റെ അമ്മയ്ക്കും നന്നായി വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും തന്നെ സഹായിച്ചാൽ മതി. ഇത് കേട്ടതും ആ അരയന്നത്തിന് അവനെ ഒരുപാടങ്ങ് ഇഷ്ടമായി. കാരണം ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ടും അവൻ അത്യാഗ്രഹം കാണിക്കാതെ ചെറിയൊരാഗ്രഹം ചോദിച്ചത് കൊണ്ട്. എന്തായാലും ഇന്ന് നീ പോയി കിടന്നുറങ്ങ്. നാളെ രാവിലെ നീ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിന്റെ ജീവിതം തന്നെ മൊത്തത്തിൽ മാറാൻ പോകുക. അത് കേട്ടത് നായകൻ ചോദിച്ചു, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നേ? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാകും. പിന്നെ എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി. നീ വിളിക്കുമ്പോൾ ഞാൻ നിന്റെ മുന്നിലുണ്ടാകും. അത്രയും പറഞ്ഞിട്ട് ആ അരയന്നം അവിടുന്ന് പോയി. അങ്ങനെ നായകൻ തിരിച്ച് അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി മോനെ, ഫുഡൊന്നും കിട്ടിയില്ലേ? ഇല്ല അമ്മ, ഒന്നും കിട്ടിയില്ല. നാളെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ടവൻ അവന്റെ അമ്മയുടെ മടിയിൽ കിടന്നു. അപ്പോഴാണ് അവന്റെ അമ്മ ചോദിക്കുന്നത്, നിനക്ക് നിന്റെ അച്ഛനോട് ദേഷ്യമുണ്ടോ? അത് കേട്ടതും അവൻ കുറച്ചു നേരം മിണ്ടിയില്ല. അമ്മയും എന്നെയും കടലിൽ ഉപേക്ഷിച്ചതല്ലേ അയാൾ. എന്നാലും എന്തിനായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്തത്? അത് കേട്ടതും അവന്റെ അമ്മ പറഞ്ഞു, ഇല്ല, ഒരിക്കലും നിന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇടയിൽ എന്തൊക്കെ ചതി നടന്നിട്ടുണ്ട്. അതാ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരാ അതൊക്കെ ചെയ്തതെന്ന് നീ കണ്ടുപിടിക്കണം. ഇതേ സമയം ഇവിടെ കൊട്ടാരത്തിൽ മിയയുടെ രണ്ടാനമ്മ വന്ന് രാജാവിനോട് പറയുവാണ്, മഹാരാജാവെ, എത്ര നാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയതൊക്കെ ശരി തന്നെ. എന്നാലും ഈ രാജ്യത്തിന് ഒരു അവകാശം വേണ്ടേ? അതുകൊണ്ട് എന്റെ ഏതെങ്കിലും ഒരു മകളെ രാജാവ് വിവാഹം ചെയ്യണം. എന്നാൽ ഇത് കേട്ടതും രാജാവിനൊക്കെ ദേഷ്യം വന്നു. നിന്റെ വളർത്തുമകളല്ലേ അവൾ മരിച്ചുപോയതിന്റെ ഒരു സങ്കടം പോലും നിനക്കില്ലല്ലോ. എന്തായാലും എന്റെ മിയയെ മറക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു കല്യാണം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയതും നായകൻ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോഴുതാ ആ കാഴ്ച കണ്ട് അവനൊക്കെ ഞെട്ടിപ്പോയി. കാട് പിടിച്ചു കിടന്ന ആ നഗരം ഇപ്പോൾ വലിയൊരു കൊട്ടാരമായി മാറി. അതായത് അവിടെയുള്ള എല്ലാ ബിൽഡിങ്സും സ്വർണം കൊണ്ടുണ്ടാക്കിയത്. ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്നറിയാതെ നായകൻ അവന്റെ അമ്മയും വിളിച്ചുകൊണ്ട് നേരെ കൊട്ടാരത്തിലേക്ക് പോയി. എന്നാൽ ആ കൊട്ടാരത്തിലുള്ളവരെല്ലാം അവന്റെ വരവിനെ കാത്തു നിൽക്കുമായിരുന്നു. കുറച്ച് ആൾക്കാർ കിരീടവുമായി അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഈ രാജ്യത്തിന്റെ രാജാവ് നിങ്ങളാണെന്ന്. സത്യം പറഞ്ഞാൽ ഈ രാജ്യവും ഈ ആൾക്കാരുമെല്ലാം ആ അരയന്നം അതിന്റെ പവർ ഉപയോഗിച്ച് നായകന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ കിരീടം തലയിൽ വെച്ചുകൊണ്ട് നായകൻ ആ സിംഹാസനത്തിലിരുന്ന് അവൻ അവിടുത്തെ രാജാവായി. ഇതേ സമയം കടലിലൂടെ രാജാവിന്റെ ഒരു കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കപ്പലിലെ ക്യാപ്റ്റൻ അതിമനോഹരമായ നായകന്റെ കൊട്ടാരം കാണുന്നത്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? എത്രയോ വർഷമായി ഞാൻ ഇതുവഴി പോകുന്നതാ. ഇങ്ങനൊരു കൊട്ടാരം ഇവിടെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്തായാലും ആ രാജ്യത്തിലെ രാജാവിനെ ഒന്ന് കാണണമല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവർ നേരെ നായകന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അവരെ കണ്ട് നായകൻ ഒന്ന് ചോദിച്ചു, ആരാ നിങ്ങൾ? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞങ്ങൾ
ഞങ്ങൾ കരയിലുള്ള രാജാവിന്റെ ആളുകളാ കുറച്ച് സാധനങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോഴാണ് അതിമനോഹരമായ ഈ കൊട്ടാരം കാണുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കൊട്ടാരം കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി. എന്നാൽ രാജാവിന്റെ പേര് കേട്ടതും നായകന് മനസ്സിലായി അതവന്റെ അച്ഛനാണെന്ന്. എന്നാൽ അവൻ ആ സത്യം അവനോട് പറഞ്ഞില്ല. ശരിക്കും അവന്റെ അച്ഛൻ അവനെ കൊല്ലാൻ നോക്കിയതാണോ അതോ ആരെങ്കിലും ചതിച്ചതാണോ എന്ന് അവന് ഇപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ അവരോട് പറഞ്ഞു, ഒരുപാട് വർഷങ്ങളായി ഈ രാജ്യം ഇവിടെയുണ്ട്, ഞാനാണ് ഇവിടുത്തെ രാജാവ്. അത്രയും പറഞ്ഞുകൊണ്ട് അവരെ കൊട്ടാരത്തിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവർക്ക് ഫുഡ് കൊടുത്തു. നിങ്ങൾക്ക് ഈ രാജ്യം അത്രയ്ക്കങ്ങ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ രാജാവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. അത് കേട്ടതും ക്യാപ്റ്റൻ പറഞ്ഞു, ഉറപ്പായും ഞങ്ങളുടെ രാജാവിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവരുടെ കപ്പലിൽ കയറി അവർ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. എന്നാൽ നായകന്റെ മനസ്സിലിപ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരു തവണ കൂടിയെങ്കിലും അവന്റെ അച്ഛനെ ഒന്ന് കാണണം. അതുകൊണ്ട് അവൻ നേരെ കടൽക്കരയിലേക്ക് പോയി ആ അരയന്നത്തെ വിളിച്ചു വരുത്തി. ഒരു സഹായം ചോദിക്കാനാ നിന്നെ ഞാൻ വിളിച്ചത്, എനിക്ക് എന്റെ അച്ഛനെ കാണാൻ ഒരാഗ്രഹം. അത് കേട്ടതും ആ അരയന്നം അവളുടെ പവർ ഉപയോഗിച്ച് നായകനൊരു തേനീച്ചയാക്കി മാറ്റി. നീ പേടിക്കേണ്ട, ഇത് നിനക്ക് നല്ലൊരു അവസരമാണ്. അവര് പോയ ആ ഷിപ്പിൽ കയറി പോയാൽ ആരും കാണാതെ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇവിടേക്ക് നീ തിരിച്ചു വരുമ്പോൾ തന്നെ വീണ്ടും നീ ഒരു മനുഷ്യനായി മാറും. അങ്ങനെ തേനീച്ചയായി മാറി നായകൻ ആരും അറിയാതെ അവർ തിരിച്ചുപോയ ആ കപ്പലിൽ കയറിയിരുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും കപ്പല് അവന്റെ അച്ഛന്റെ കൊട്ടാരത്തിലെത്തി. അച്ഛനെ കാണാനുള്ള ആവേശത്തിൽ അവൻ പെട്ടെന്ന് പറന്ന് രാജാവിന്റെ അടുത്തേക്ക് എത്തി. അപ്പോഴാണ് അവനെ കാഴ്ച കാണുന്നത്. അവളുടെ രണ്ടാനമ്മ ഇപ്പോഴും അവരുടെ മകളെ കല്യാണം കഴിക്കാനായി രാജാവിനെ ഫോഴ്സ് ചെയ്യുവാണ്. എന്നാൽ ഇപ്പോഴും രാജാവിന്റെ മനസ്സ് നിറയെ മിയ മാത്രമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കപ്പലിലെ ക്യാപ്റ്റൻ വരുന്നത്. മഹാരാജാവെ, ഇന്ന് ഞങ്ങളൊരു അത്ഭുത നഗരം കണ്ടു. സ്വർണം കൊണ്ടാണ് അവിടുത്തെ കൊട്ടാരം പണിതേക്കുന്നത്. അത് കേട്ടതും രാജാവ് ചോദിച്ചു, ശരിക്കും നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? ആരാ ആ രാജ്യം ഭരിക്കുന്നത്? അത് കേട്ടതും ക്യാപ്റ്റൻ പറഞ്ഞു, പീറ്റർ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനാ അവിടുത്തെ രാജാവ്. എന്നാൽ ഇത് കേട്ടതും ആ രണ്ടാനമ്മയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ആ മിയയുടെ മകന്റെ പേരും പീറ്റർ എന്നല്ലേ? അപ്പോൾ അവനായിരിക്കും അവിടുത്തെ രാജാവ്. ഏയ്, അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല. അവരൊക്കെ കടൽ വീണ് മരിച്ചുപോയി കാണില്ലേ? ഇനി അവൻ മരിച്ചു പോയില്ലെങ്കിലോ? അവനാണ് അവിടുത്തെ രാജാവെങ്കിലോ? എന്തായാലും രാജാവ് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. എന്ത് വില കൊടുത്തും നമുക്കത് തടയണം. അപ്പോഴാണ് അവരുടെ മൂത്ത മകൾ ചുമ്മാ തട്ടിവിടുന്നത്. ഓ, ഇതൊന്നും ഇത്ര വലിയ കാര്യമൊന്നുമല്ല. കടലിന് നടുക്കൊരു സീക്രട്ട് ഐലൻഡ് ഉണ്ട്. ആ രാജ്യം ഭരിക്കുന്നത് മനുഷ്യരെക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ള വലിയ ജെയിന്റുകളാണ്. എന്നാൽ ഇത് കേട്ടതും രാജാവ് അതങ്ങ് വിശ്വസിച്ചു. ശരിക്കും നീ പറഞ്ഞ സത്യമാണോ? അങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടോ? അങ്ങനെയെങ്കിൽ എനിക്ക് ഐലൻഡിൽ പോകണം. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുന്ന നായകന് കാര്യം മനസ്സിലായി. അവർ രാജാവിന്റെ ശ്രദ്ധ തിരിക്കാൻ നോക്കുവാണെന്ന്. ദേഷ്യം വന്നവൻ നേരെ പോയി അവരുടെ മൂത്ത മകളുടെ കണ്ണിലൊരു കുത്തുകൊടുത്തു. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ഐലൻഡിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും ആ അരയന്നത്തിനെ വിളിച്ചു വരുത്തി അവളോട് പറഞ്ഞു, കടലിനടിയിൽ മനുഷ്യരെക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ള ജെയിന്റ് മനുഷ്യരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ശരിക്കും അതൊക്കെ സത്യമാണോ? ഇത് കേട്ടതും ആ അരയന്നം പറഞ്ഞു, അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും നീ അറിയണ്ട. നിന്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അത് ആവശ്യമാണെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്തു തരും. അത്രയും പറഞ്ഞ് ആ അരയന്നം അവിടുന്ന് പോയി. അങ്ങനെ നായകൻ തിരിച്ച് അവന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു പോകുമ്പോഴാണ് കടലിലെ വെള്ളത്തിൽ നിന്ന് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ ഓടിപ്പോയി നോക്കിപ്പെടുക. അവനേക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ള ജെയിന്റ് സോൾജേഴ്സ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. എന്നിട്ട് അവരുടെ ലീഡർ നായകനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഈ ഐലൻഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇനി മുതൽ ഈ ഐലൻഡിന് ചുറ്റുമുള്ള കടലിൽ ഞങ്ങളുടെ സംരക്ഷണം ഉണ്ടാകും. ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വരില്ല. അത്രയും പറഞ്ഞ് അവരവിടുന്ന് തിരിച്ചുപോയി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതും രാജാവിന്റെ കപ്പൽ വീണ്ടും നായകന്റെ ഐലൻഡ് കാണാനായി അങ്ങോട്ടേക്ക് വരുവാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ജയന്റ് സോൾജിയർ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് അവരെ തടയുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു മനുഷ്യരെ കണ്ടതും ക്യാപ്റ്റൻ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ആരാ നിങ്ങൾ? അനുവാദമില്ലാതെ ആർക്കും ആ ഐലൻഡിലേക്ക് പോകാൻ പറ്റില്ല. അത് കേട്ടതും ക്യാപ്റ്റൻ പറഞ്ഞു, ഞങ്ങൾ രാജാവിന്റെ സുഹൃത്തുക്കളാണ്, രാജാവിനെ കാണാനായി വീണ്ടും വന്നതാണ്. അത് കേട്ടതും ആ ജയന്റ് സോൾജിയർ അവരെ ഐലൻഡിലേക്ക് കടത്തിവിട്ടു. ആകെ പേടിച്ചുപോയ ക്യാപ്റ്റൻ നേരെ ഐലൻഡിൽ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം നായകനോട് പറഞ്ഞു. അത് കേട്ടതും നായകൻ പറഞ്ഞു, അവരെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ രാജ്യം സംരക്ഷിക്കുന്ന സോൾജേഴ്സ് ആണ് അവര്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിവിടെ കാണാൻ കിടക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും ക്യാപ്റ്റൻ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. അത് കണ്ട് നായകൻ വീണ്ടും ഒരു തേനീച്ചയായി മാറി അവരെ ഫോളോ ചെയ്ത് നേരെ കൊട്ടാരത്തിലെത്തി. എന്നാൽ അവിടെ എത്തിയതും ക്യാപ്റ്റൻ നടന്ന കാര്യങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട രാജാവ് ആശ്ചര്യത്തോടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് രാജ്യം സന്ദർശിക്കണം. എന്നാൽ ഇത് കേട്ടതും ആ രണ്ടാനമ്മ ആകെ ടെൻഷനായി. കാരണം രാജാവ് ആ ഐലൻഡിലേക്ക് പോയാൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവ്, ഇതൊന്നും ഇത്ര വലിയ കാര്യമല്ല. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ഇരുട്ടിൽ പോലും വാൾ വീശാൻ കഴിവുള്ള പലതരം മാന്ത്രിക ശക്തികളുള്ള ഒരു സുന്ദരിയായ പെണ്ണ്. അവളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലെന്നും പറഞ്ഞ് രാജാവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുന്ന നായകന് പിന്നെയും ദേഷ്യം വന്നു. അതുകൊണ്ട് അവൻ നേരെ ചെന്ന് അവരുടെ മൂക്കിലൊരു കുത്തു കൊടുത്തു. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ഐലൻഡിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അരയന്നത്തിനെ വിളിച്ചു വരുത്തി അവളോട് പറഞ്ഞു, ഈ ലോകത്തിൽ തന്നെ വളരെ സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ഇരുട്ടിൽ പോലും വാൾ വീശാൻ കഴിവുള്ള ഒരുപാട് മാന്ത്രിക ശക്തിയുള്ള ഒരു പെണ്ണാണ് അവൾ. അവൾ എവിടെയുണ്ട്
ഉണ്ടെങ്കിലും ശരി എനിക്ക് അവളെ കല്യാണം കഴിക്കണം. അത് കേട്ടതും ആ അരയന്നം കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അവനോട് പറഞ്ഞു, ശരിക്കും ആ പെണ്ണിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണോ നീ? അതെ, അവളെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യും. അവനത് പറഞ്ഞു കഴിഞ്ഞതും തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ആ അരയന്നം പതിയെ പതിയെ ഒരു സുന്ദരിയെ പെണ്ണായി മാറി. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്നെ ഒരു മന്ത്രവാദി ശപിച്ചതാണെന്ന്? എന്റെ ശാപം മാറണമെങ്കിൽ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരാൾ വേണമായിരുന്നു. നീ അതിന് തയ്യാറായതുകൊണ്ടാണ് എന്റെ ശാപം ഇല്ലാതായത്. അതെ, ഇരുട്ടിൽ പോലും വാൾ വീശുന്ന ആ മാന്ത്രിക ശക്തിയുള്ള പെണ്ണ് ഞാൻ തന്നെയാണ്. ഇത് കേട്ടതും നായകന് ഒരുപാട് സന്തോഷമായി. അവൻ അവളെയും വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി അവന്റെ അമ്മയ്ക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് കൊട്ടാരത്തിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ അവളെ വിവാഹം ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും ക്യാപ്റ്റൻ വീണ്ടും ആ കൊട്ടാരം കാണാനായി എത്തി. അപ്പോഴാണ് നായകൻ നായികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്റെ വിവാഹം കഴിഞ്ഞ് ഇവളാണ് എന്റെ ഭാര്യ. ഇവൾ വെറും ഒരു സാധാരണക്കാരിയല്ല, ഇരുട്ടിൽ പോലും വാൾ വീശാൻ കഴിവുള്ള ഒരുപാട് മാന്ത്രിക ശക്തിയുള്ള ഒരു പെണ്ണാണിവൾ. ഇത് കേട്ടതും ക്യാപ്റ്റൻ വീണ്ടും ഷോക്കായി. നേരെ ചെന്ന് രാജാവിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടത് രാജാവ് പറഞ്ഞു, ഇതിൽ കൂടുതൽ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തണം. അങ്ങനെ രാജാവ് വലിയൊരു കപ്പൽ തയ്യാറാക്കി ആ ഐലൻഡിലേക്ക് യാത്ര തുടങ്ങി. എന്നാൽ ആ കപ്പലിൽ ആ രണ്ടാനമ്മയും മക്കളുമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും രാജാവിന്റെ കപ്പല് ആ ഐലൻഡിലെത്തി. രാജാവ് പതിയെ കൊട്ടാരത്തിലേക്ക് നടന്ന് കയറി ചെന്നു. അപ്പോൾ ആ കാഴ്ച കണ്ട് അയാളാകെ ഞെട്ടിപ്പോയി. കാരണം ഇപ്പോൾ അയാളുടെ മുന്നിൽ നിൽക്കുന്നത് അയാൾ മരിച്ചുപോയെന്ന് കരുതിയ അയാളുടെ ഭാര്യയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയെ കണ്ടതും അയാൾക്ക് ഒരുപാട് സന്തോഷമായി. പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അപ്പോൾ ഈ പീറ്റർ നമ്മുടെ മകനായിരുന്നല്ലേ? അതെ, അവൻ നമ്മുടെ മകൻ തന്നെ. അതും കൂടിയായതും രാജാവിന്റെ കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം മിയ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. അതായത് അവളുടെ രണ്ടാനമ്മ ലെറ്റർ മാറ്റിവെച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ രാജാവിന് സത്യങ്ങളെല്ലാം മനസ്സിലായി. നേരെ രാജാവ് ചെന്ന് അവരോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളാണല്ലേ എല്ലാത്തിനും പിന്നിൽ? രാജാവ് എല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയതും വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂന്നുപേരും കുറ്റം സമ്മതിച്ചു. അങ്ങനെ അവസാനം രാജാവിന് അയാളുടെ ഫാമിലി തിരിച്ചു കിട്ടി. എന്നാൽ ഇത്രയും വലിയ തെറ്റ് ചെയ്ത അവരെ മൂന്നുപേരെയും വലിയൊരു ബാരലിലടച്ച് കടലിലേക്ക് തള്ളിയിടാൻ രാജാവ് ഉത്തരവിട്ടു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.